ഹലോ. ഹലോ. എന്താടോ? ഒന്നുമില്ല. അങ്ങനെല്ലാം തീരുമാനമായില്ലേ? എല്ലാം തീരുമാനമായില്ലേന്ന്? എനിക്കൊന്നും അറിയില്ല അക്കുയി. നീയല്ലേ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് ഇതൊക്കെ, അതുകൊണ്ട് നിനക്കെല്ലാം നേടാൻ പറ്റിയില്ലേ? എന്ത് നേടാൻ പറ്റി നിങ്ങൾ പറയണേ? അല്ല, നീയല്ലേ ഓരോന്ന് ആഗ്രഹിച്ചത്, വേണ്ടാന്നൊക്കെ നീയല്ലേ തീരുമാനിച്ചേ? എനിക്ക് പറ്റണില്ല. അപ്പോൾ പറ്റാത്ത ആൾ എന്തിനാടോ സ്നേഹിക്കാനൊക്കെ ഒരുങ്ങിയത് തന്നെ? ഹലോ. നിനക്കപ്പോൾ പറഞ്ഞുകൂടായിരുന്നോ എനിക്ക് നിങ്ങളെ വേണ്ടാന്ന്? എനിക്ക് ഇപ്പോഴും നിങ്ങളിഷ്ടം. എല്ലാം കഴിഞ്ഞിട്ടൊരു ഏറ്റുപറച്ചിലാവൂലേ? അതൊന്നല്ല. അത് തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ നീ അങ്ങനെ പറയില്ലല്ലോ. നിനക്കിതെന്താടോ പറ്റിയത്? എനിക്ക് എന്താ പറ്റിയെന്ന് എനിക്കൊന്നും അറിയില്ല. നിങ്ങൾ അവോയ്ഡ് ആക്കണതും ഞാൻ വിളിക്കുമ്പോൾ ഭയങ്കര ബിസി, എന്നൊരു ഇഷ്ടമില്ലാത്ത പോലെ. ശരിക്കും ഞാൻ നിന്നെ ഇഷ്ടപ്പെടാതിരുന്നില്ലല്ലോ. എനിക്ക് നിന്നോടുള്ള ഇഷ്ടം നിനക്കറിയില്ലേ? എൻ്റെ സ്വഭാവമൊക്കെ നിനക്ക് നന്നായിട്ട് മനസ്സിലായില്ലേ? പിന്നെന്താടോ ഇങ്ങനെയൊക്കെ? എന്തോ നിങ്ങൾക്ക് ഇപ്പം പണ്ടത്തെ ഇഷ്ടമല്ല. ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ചോദിക്കേ. എക്കാലത്ത് ഒരാളെ ഒരേപോലെ സ്നേഹിക്കാൻ പറ്റുമോ നമുക്ക്? അത് ശരിയാ, ഒരാളെ ഒരുപോലെ സ്നേഹിക്കാൻ പറ്റില്ല നമുക്ക്. ഞാൻ എന്നാലും നിന്നെ മാക്സിമം ഞാൻ നിന്നെ അവോയ്ഡ് ചെയ്യാതെയും നിന്നെ ഒരുപാട് സ്നേഹിച്ചൊക്കെ ഞാൻ മുമ്പിലോട്ട് പോയില്ലേ? എന്നിട്ട് നിനക്ക് എന്നെ മനസ്സിലാക്കാൻ പറ്റിയില്ലെന്ന് പറയുമ്പോൾ നമുക്ക് രണ്ടുപേർക്കും അങ്ങോട്ട് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. രണ്ടുപേരെയും പറയണ്ട, ഒരാളെ കാര്യം മാത്രം പറഞ്ഞാൽ മതി. നിനക്ക് പറ്റിയില്ലത്. എന്നെ മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടോ? നിന്നെ മനസ്സിലാക്കാൻ പറ്റാണ്ടല്ലോ. ഇത്രയും കാലം നിൻ്റെ കൂടെ ഇങ്ങനെ നേര് പോലെ നടന്നതും നിന്നോട് ഇത്രയും ചിരിപ്പിച്ചതും കളിപ്പിച്ചതും ഒക്കെ. അങ്ങനെ മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ എനിക്ക് ഈ തീരുമാനം എടുക്കേണ്ടി വരത്തില്ലായിരുന്നു. ഞാൻ മനസ്സിലാക്കിയതുപോലെ മറ്റാരും നിന്നെ മനസ്സിലാക്കില്ലല്ലോ, പിന്നെന്താ? ഹലോ. തീരുമാനമൊക്കെ നല്ലതാട്ടോ. എവിടെയെങ്കിലും വെച്ച് കാണുമെന്ന്? അങ്ങനെ കാണാമെന്ന് വലിയ പ്രതീക്ഷയൊന്നുമില്ല. കാണണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ എങ്കിൽ നിൻ്റെ ആ ഒരു അവസാനത്തെ ഒരു വാക്കിലൂടെ എല്ലാം ഞാനും വേണ്ടാന്ന് വെച്ചു. ശരിക്കും അത്രക്ക് വെറുത്തന്നപ്പോൾ ആർക്കും വേണ്ടാത്തവർ പിന്നെ പോണോ ആ വഴിക്ക് നമ്മൾ? ഫുഡ് കഴിച്ചപ്പോൾ പിന്നെ കഴിക്കാൻ പറ്റിയ മൈൻഡല്ലേ ഇപ്പോൾ? എല്ലാത്തിനും നല്ല മൈൻഡാണ് ഇപ്പോൾ. എന്താണെന്നറിയില്ല, ജീവിക്കാനും സ്നേഹിക്കാനും ചിരിക്കാനും സങ്കടപ്പെടാനും ഒക്കെ നല്ല മൈൻഡിലാണ് ഇപ്പോൾ ഉള്ളത്. എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. അത് നീ മനസ്സിലാക്കില്ല, സത്യമായിട്ട്. എൻ്റെ ഭാഗത്ത് തെറ്റ് മാത്രമല്ലല്ലോ. ശരിയാണ്, നിന്നെ അത്ര സ്നേഹിച്ചോണ്ടാവാം നീ തിരക്കിലാന്ന് പറഞ്ഞിട്ടും വീണ്ടും വീണ്ടും ഇങ്ങനെ വിളിക്കണതും നീ വിളിച്ചിട്ട് എടുക്കാണ്ടാകുമ്പോൾ ദേഷ്യപ്പെടുന്നതും. നീ വർക്കില്ലാന്ന് എനിക്കറിയാം, പക്ഷെ എന്തോ. അത് ശരിയാടോ, നിനക്കെല്ലാം മനസ്സിലായിട്ട് നീ മനസ്സിലാക്കാത്ത ഒരു രീതിയിൽ മുമ്പിലോട്ട് പോയി. എന്നിട്ട് ഞാൻ നിൻ്റെ കൂടെ തന്നെയല്ലേ നിന്നത്. ഇതൊക്കെ ഇത്രയേ ഉള്ളൂടോ നമ്മുടെ സ്നേഹമൊക്കെ. എല്ലാം പാതി വഴിക്ക് ഉപേക്ഷിക്കപ്പെടുമെന്ന് മുന്നേ നിശ്ചയിച്ചിട്ടുണ്ടാവാം, അതുകൊണ്ടായിരിക്കും ഇങ്ങനെ സംഭവിച്ചത്. എന്തായാലും ഇങ്ങനെ തീർന്നത് നന്നായി. ഹലോ. ഇതാകുമ്പോൾ രണ്ടുപേർക്കും വിഷമമില്ലല്ലോ, വലിയ ഹാപ്പി ആയിട്ട് പിരിയാം അല്ലേ? സാരമില്ലടോ. ശരി, ഇനി സംസാരിച്ചാൽ ശരിയാവില്ല. ഓക്കെ, ഹലോ. ശരിടാ.